സുഹൃത്തുക്കളെ, ഞാൻ സാജു. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഞങ്ങളുടെ ഹിമാലയൻ യാത്രയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ. കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിലാണ് ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നും ബൈക്കോടിച്ച് കാശ്മീർ, ജമ്മു കാശ്മീർ, ശ്രീനഗർ, ലഡാക്ക് ഏരിയകളിലൂടെ ഹിമാലയത്തിന് മേലയിലൂടെ ബൈക്കോടിച്ച് മുന്നോട്ട് പോയതിൻ്റെ ഓർമ്മ. തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഓർമ്മകളായിരുന്നു. മിലിറ്ററി ക്യാമ്പുകളും വെയിലും മഞ്ഞും കാറ്റും കാശ്മീരിലെ ഹരിതഭംഗിയും. വേനലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കധികം പ്രകൃതി ഭംഗി നുകരാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഈ സീസണിലുള്ള എല്ലാ ഭംഗിയും നുകർന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായി. ജമ്മുവിൽ നിന്ന് ഹിമാലയത്തിന് മേലെ കയറിയത് മുതൽ ഏകദേശം 850 കിലോമീറ്റർ, ജമ്മു കാശ്മീർ മുതൽ ഡെറാഡൂൺ വരെയുള്ള യാത്ര 850 കിലോമീറ്റർ ആയിരുന്നു. ഹിമാലയ സാനുക്കളിലൂടെയുള്ള നമ്മുടെ സ്വപ്നയാത്ര. ട്രാഫിക്കുള്ള വഴികളും റോഡ് പണി നടക്കുന്ന വഴികളും ജമ്മു കാശ്മീരി, അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് ലോറി ഡ്രൈവർമാരുടെ പരുക്കൻ ലോറി ഡ്രൈവിങ്ങും വെള്ളച്ചാട്ടങ്ങളും എല്ലാം ആസ്വദിച്ചുകൊണ്ട് ഏതായാലും ഞാനും പോളും ലാസറും ഈ ഓൾ ഇന്ത്യ റൈഡ് ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇനി വേറൊരു സീസണിൽ, മഞ്ഞു സീസണിൽ പോകണം. കാശ്മീരിലെ ആട്ടിൻകൂട്ടങ്ങളും അതിനിടയിലൂടെ കുതിച്ചു പായുന്ന JK രജിസ്ട്രേഷൻ ലോറികളും അതുപോലെ ഇടയ്ക്കെവിടെയോ വച്ച് വഴി ചോദിച്ച ആട്ടിടയനും വഴിയും സമയവും ചോദിക്കുകയാണുണ്ടായത്. വാച്ചുമില്ല, ഒന്നുമില്ലാതെ ആടിനെ മേയ്ക്കാൻ പോകുന്നവർ. ഇടയ്ക്കെപ്പോഴോ പോളിന് കാലി ധരിച്ചപ്പോൾ 4500 മീറ്ററിന് മുകളിലെ ഹൈവേയിൽ പോളിൻ്റെ മിലിറ്ററി പ്രകടനവും ഒന്നും ഒരിക്കലും മറക്കാനാകില്ല. വീണ്ടും വീണ്ടും മാടി വിളിക്കുന്ന ഹിമാലയ സാനുക്കൾ. ഓരോ സീസണിലും ഓരോ ഭംഗിയാണ് ഹിമാലയത്തിന്. അങ്ങനെ ഒരു വർഷത്തിനു ശേഷം ഹിമാലയ യാത്രയിലെ ചില അന്ന് സംപ്രേഷണം ചെയ്യാത്ത ചില ക്ലിപ്പുകൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. ഇനിയും ഈ വഴി വരുമോ?
ഇനിയൊരു സീസണിൽ ഇനി ഇങ്ങനെ ബൈക്ക് ഓടിച്ചു വരുവാൻ സാധിക്കുമോ? എന്തായാലും സർവേശ്വരൻ അതിനെ അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും. ഓക്കെ, അപ്പോൾ ഈ ഒരു എപ്പിസോഡ്, വ്യത്യസ്തമായൊരു എപ്പിസോഡ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.